ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ബോട്ട് സവാരി ആരംഭിക്കാത്തത് സന്ദർശകരെ നിരാശരാക്കുന്നു. സീസൺ ആരംഭിച്ചതോടെ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ക്രിസ്തുമസും പുതുവത്സരവും പ്രമാണിച്ച് ഒരുക്കിയ വൈദ്യുതി ദീപാലങ്കാരത്തിനുണ്ടായ സ്വീകാര്യത ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സാധ്യതയ്ക്ക് അടിവരയിടുന്നതാണ്. ബോട്ട് സർവീസിന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന സൂചന ചില ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അധികാരികൾ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബോട്ട് സവാരിയുടെ കാര്യത്തിലും ഈ അനാസ്ഥയും അലംഭാവവും പ്രകടമാണ്. ഭൂതത്താൻകെട്ടിലെത്തുന്ന സഞ്ചാരികളിലേറെയും പ്രതീക്ഷിക്കുന്നത് പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരിയാണ്. സീസൺ മുഴുവൻ ബോട്ട് സവാരി ഉറപ്പാക്കാൻ അധികാരികൾക്ക് കഴിയാറില്ല. നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളുമെല്ലാമാണ് കാരണമായി പറയുന്നത്. ഈ വർഷവും അതേ സാഹചര്യമാണുള്ളത്. സീസൺ ആരംഭിച്ച ശേഷവും ബോട്ട് സവാരി തുടങ്ങുന്നതിൽ ഒരു നടപടിയുമുണ്ടായിട്ടില്ല. ബോട്ട് ഉടമകൾ അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ മറുപടിയില്ല. ദിവസവും എത്തുന്ന വിനോദസഞ്ചാരികൾ ബോട്ട് സവാരിയില്ലാത്തതിനാൽ നിരാശരായി മടങ്ങുകയാണ്. ആസ്വദിക്കാൻ ഏറെയുണ്ടെങ്കിലും ബോട്ട് സവാരിയില്ലാത്തത് കുറവാണെന്ന് സഞ്ചാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. കാഴ്ചകളൊക്കെ കാണാൻ നന്നായിട്ടുണ്ട്. എല്ലാം കണ്ട് എല്ലാം ഒരുവിധം തൃപ്തികരമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചത്, ഒരു ബോട്ടിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ആസ്വാദനം കുറച്ച് നന്നായി ചെയ്യായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു. അതില്ലാത്തത് വല്ലാത്തൊരു കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അധികാരികൾ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. KSRTCയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജംഗിൾ സഫാരി റൂട്ടിലും ഭൂതത്താൻകെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയെത്തുന്നവർ ഭൂതത്താൻകെട്ടിൽ നിന്ന് കുട്ടമ്പുഴ വരെ ബോട്ടിൽ യാത്ര ചെയ്ത ശേഷം ബസ്സിൽ യാത്ര തുടരുന്ന വിധമാണ് മുമ്പ് ജംഗിൾ സഫാരിയുടെ റൂട്ട് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ലാതായിരിക്കുകയാണ്. ബോട്ട് സവാരി ഇല്ലാത്തതിനാൽ ചില ടൂറിസ്റ്റ് സംഘങ്ങൾ ഭൂതത്താൻകെട്ടിലേക്കുള്ള യാത്ര തന്നെ വേണ്ടെന്ന് വെക്കുന്നതായി ഗൈഡായി പ്രവർത്തിക്കുന്ന റോയി എബ്രഹാം പറഞ്ഞു. ഇവിടെ ഭൂത്താനിലിപ്പോൾ സീസൺ ആരംഭിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ബോട്ടുകൾ നിർത്തിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. ബോട്ട് സർവീസ് നിർത്തി വെച്ചേക്കായിരുന്നു. കഴിഞ്ഞ് വെള്ളം താത്തിയിട്ടൊക്കെയായിരുന്നു. വെള്ളം പിടിച്ച് ബോട്ടിങ് പണ്ടേ തുടങ്ങുന്ന സമയം കഴിഞ്ഞു. ഒത്തിരി ആൾക്കാർ ബോട്ട് അന്വേഷിച്ച് വരുന്നുണ്ട്. വന്ന ആൾക്കാരെല്ലാം ബോട്ട് അന്വേഷിക്കുന്നത്. അവർ ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റു സ്ഥലത്തേക്ക് ബോട്ട് അന്വേഷിച്ച് പോവുകയാണ് എല്ലാവരും. ഇവിടെ വന്ന് എന്തൊരു ആൾക്കാർ ചോദിക്കണറിയുമ്പോൾ അപ്പോൾ അതുപോലെ KSRTC ജംഗിൾ സവാരി അവരോട്ടുണ്ടായിരുന്നു. അവരെല്ലാം പ്രാവശ്യം വന്നു, എല്ലാ ദിവസവും ആൾക്കാരുണ്ടായിരുന്നു. അവരും റൂട്ട് മാറ്റിയിട്ടൊക്കെയാണ്. അവരൊന്നും ഇല്ലാത്തതുണ്ട്, കാണാൻ ഇല്ലാത്തതുണ്ട്. ബോട്ടൊന്നും തുടങ്ങിയിട്ടില്ല, പേപ്പറൊന്നും ശരിയായിട്ടില്ല. അടുത്ത ദിവസത്തേക്ക് ആവുമെന്ന് പറഞ്ഞു. തീരുമാനമൊന്നും വന്നിട്ടില്ല. ബോട്ടിങ്ങാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും വേണം. ലാസ്റ്റാണ് ഒരു 2 മാസത്തേക്ക് ബോട്ട് ഓടിക്കാൻ പെർമിഷൻ കിട്ടണേ. അതേ വിളിക്കും ജൂണാവി വെള്ളം പിരിക്കലായി. ഈ ബോട്ടൊക്കെ 2-3 വർഷം നന്നാക്കി മെയിൻ്റനൻസ് ചെയ്ത ബോട്ടുകളെല്ലാം ഉള്ളത്. ഇതൊന്നും കിട്ടുന്ന ഉടമകൾക്ക് വലിയ നഷ്ടത്തിൽ ഉടമകൾ മാത്രമല്ല, ഓടിക്കുന്ന വർക്കുണ്ടോ ആർക്കും ഒരു പൈസ ഇല്ല. നമുക്ക് നഷ്ടത്തിലാണ് ലാഭമില്ലാത്ത കിട്ടാനില്ല. പിന്നെ ബോട്ടുണ്ടെന്ന് പറയാൻ തല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഈ സീസണിൽ ഇറക്കാനുള്ള ഒരു പെർമിഷൻ നേരത്തെ ഇറക്കുവാണെങ്കിൽ ഭൂതാണ് ഇന്ന ആൾക്കാർ വരും. ബോട്ട് കയറാൻ ഇന്ന ആൾക്കാർ ഒത്തിരി നമുക്ക് ഒത്തിരി ബുക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ അന്നും ബോട്ടിലൊന്നും പിന്നെ ബോട്ടാവും ഭാവമെന്ന് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇത്തവണത്തെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഭൂതത്താൻകെട്ടിൽ വൈദ്യുതി ദീപാലങ്കാരം ഒരുക്കിയിട്ടുണ്ട്. ഇക്കാരണത്താൽ മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ഭൂതത്താൻകെട്ടിന്റെ വികസന സാധ്യതകളിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലായി ഇത് മാറുകയും ചെയ്തു. മുഖം തിരിച്ചു നിന്നിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാൻ ഈ ജനപ്രീതി കാരണമായെന്നാണ് വിവരം. ബോട്ട് സവാരിയുടെ കാര്യത്തിൽ അനുകൂല തീരുമാനം വൈകാതെയുണ്ടാകുമെന്ന സൂചനയും ചില ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. വരും വർഷങ്ങളിൽ വിപുലമായി ദീപക്കാഴ്ച ഒരുക്കാനുള്ള തീരുമാനവും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.